റെന ഔട്ടായോ? ഔട്ടാവാൻ പോകുന്ന റെനയാണോ? ഒപ്പം നെവിനും ആര്യനും വീണ്ടും 50ാമത്തെ ദിവസം ഡബിൾ എവിക്ഷൻ ആണോ നടക്കാൻ പോകുന്നത്? ട്വിസ്റ്റുകൾ ഒത്തിരി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ മൊത്തം എനിക്ക് തോന്നുന്നു ആ നോമിനേഷനിലുള്ള 9 പേരും ഔട്ടായെന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സത്യം? സംഭവം എന്താണ് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. അപ്പോൾ നമുക്കറിയാം ഈ ആഴ്ചത്തെ നോമിനേഷനിൽ 9 പേരുണ്ടായിരുന്നു. നൂറ, ബിന്നി, ആര്യൻ, ആദില, ഷാനവാസ്, നെവിന്, സാബുമാൻ, റെന, ലക്ഷ്മി, ഇവർ 9 പേര്. ഇതിനകത്ത് അറിയുന്നൊരു സംഭവം, എവിക്ഷൻ ഇതുവരെയും നടന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ശരിക്കും ഈ പറഞ്ഞ പോലെ ഒത്തിരി പേര് റെന ഔട്ടായി, ആര്യൻ ഔട്ടായി, നെവിൻ ഔട്ടായി എന്നൊക്കെ പറഞ്ഞ് പല വരിയൊന്ന് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ചാനലുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരും ഔട്ടായതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. നടന്നോ എന്തോ അത് കണ്ടറിയണം. എന്തായാലും ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ എവിക്ഷൻ നടന്നിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ എവിക്ഷൻ അങ്ങനെ ആരും ഔട്ടായതായിട്ട് അറിഞ്ഞിട്ടില്ല, ഇതുവരെ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഔട്ടാകും. ആരാണ് ഔട്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെന ഔട്ടാകും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അറിയാനായിട്ട് പറ്റുന്നത്. റെന ഔട്ടാകും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, അങ്ങനെ ഇരുന്നോട്ടെ. നിഗമനം റെന ഔട്ടാകും എന്നാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ചിലപ്പോൾ എവിക്ഷൻ കാണത്തില്ല, അതായിരിക്കും സംഭവം. അല്ലെങ്കിൽ നമുക്ക് അറിയാനുള്ളതാണ് ആരെങ്കിലും ഔട്ടായെന്നുള്ളെങ്കിൽ. അപ്പം റെനയാണ്. പിന്നെ ഒരു ചാൻസ് നെവിനും ആര്യനും ഉണ്ട്. അത് ആര്യനും കൂടിയുണ്ട്. പക്ഷേ ഈ പറയുന്ന റെന ആയാലും നെവിൻ ആയാലും ആര്യനായാലും ഔട്ടായി കഴിഞ്ഞാൽ അൺഫെയർ ആണ്. ബിക്കോസ് സാബുമാൻ ഇസ് ദയർ. അപ്പൊ പിന്നെ എങ്ങനെ ഈ പറയുന്ന പോലെ എവിക്ഷൻ ഒരു ഫെയർ എവിക്ഷൻ ആവും? അപ്പൊ റെന ഔട്ടാകും എന്നാണ് കേൾക്കുന്നത്. പക്ഷെ നമുക്ക് എവിക്ഷൻ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല മക്കളെ. കാരണം ദിസ് ഈസ് ബിഗ് ബോസ്. സോ ഔട്ടാകാൻ പോകുന്നത് റെനയാണ് എന്ന് അറിയുന്നു. പക്ഷേ ഇതുവരെയും എവിക്ഷൻ നടന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ആര്യനെയും അതുപോലെ നെവിനെയും നിങ്ങൾ ഡേഞ്ചർ സോണിലേക്ക് മാറ്റി വെച്ചോ. ഇനി ഡബിൾ എവിക്ഷൻ എങ്ങാനും വെക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? ആരെങ്കിലും ഒരാൾ പുറത്തു പോകും. നമുക്ക് അവരുടെ ഒഫീഷ്യൽ വോട്ടിംഗ് ഒന്നും തപ്പിപ്പിടിച്ചെടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. കണ്ടു തന്നെ അറിയാം. എന്തായാലും അതാണ് വിഷയം. ഇതുവരെ എവിക്ഷൻ ഒന്നും തന്നെ നടന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സാറ്റർഡേ എപ്പിസോഡ് ഏതാണ്ട് ഇപ്പോൾ ഷൂട്ടിംഗ് തീരാറായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അങ്ങനെ 2-2.5 ആയില്ലേ? തീരാറായിട്ടുണ്ട്. എപ്പോഴും തീർന്നിട്ടുണ്ടാവും. ചിലപ്പോൾ തീർന്നിട്ടുണ്ടാവും. അടുത്ത സൺഡേയിൽ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനുള്ള സമയമായി. ചിലപ്പോൾ കുറച്ചങ്ങോട്ട് വൈകി പോകും ചില സന്ദർഭങ്ങളിൽ. അപ്പോൾ അത്ര ചിലപ്പോൾ 50ാമത്തെ എപ്പിസോഡിൻ്റെതല്ലേ. അപ്പോൾ സെലിബ്രേഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ സ്പെഷ്യലായിട്ട് വീട് ഒരുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ വീട് ഒരുക്കണമല്ലോ. 50ാമത്തെ ദിവസം ആകുമ്പോൾ വീടൊക്കെ ഒന്ന് ഒരുക്കി പുതുക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടവരെ ഇരുത്തുമ്പോൾ കുറച്ച് ടൈം ചിലപ്പോൾ പിടിക്കും. എനിക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ. അപ്പം അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാം, വിശേഷങ്ങളായിട്ട് വരാം. അതുവരേക്കും ബൈ.